അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു സംസ്ഥാനത്ത് ഇന്ന് കോൺഗ്രസിന്റെയും CPIMന്റെയും അവസ്ഥ. എല്ലാം കണ്ട് കല്യാണത്തിന്റെ സദ്യയും കാച്ചിയ പാലും കഴിച്ച് രസിക്കാൻ BJPയും. ബജറ്റിൽ വൻകിട പ്രഖ്യാപനങ്ങൾ തകർത്താടുമ്പോൾ തലശ്ശേരിയിൽ P. ജയരാജൻ കോടതിയിൽ കീഴടങ്ങി. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിയായ ജയരാജനെ കോടതി ഒടുവിൽ 1 മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. പരിയാരത്ത് അസുഖം മൂലം ചികിത്സയിലായിരുന്ന ജയരാജൻ രാവിലെ ആംബുലൻസിലാണ് കോടതിയിലേക്ക് എത്തിയത്. വിളിച്ചാൽ നിന്നെ കൂടുതൽ സംശയിക്കില്ലേ? കൊലപാതകത്തിന് നീ സമാധാനം പറയേണ്ടി വരില്ലേ? ചിന്തിക്കൂ, നീ ഒന്നുകൂടെ ചിന്തിക്കൂ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. ഇന്ന് കോടതിയിൽ ഹാജരാകാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 23 ദിവസമായി ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി അനുവദിക്കാത്തതിനെ തുടർന്ന് ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഡിസ്ചാർജ് വാങ്ങിയിട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാകാൻ എത്തിയിട്ടുള്ളത്. എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ അണ്ടവാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജയരാജൻ ഇനി UAPA നിയമപ്രകാരം 4 മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വരുമത്രേ. CBI ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നീടുള്ള ഭാവിയും ശുഭകരമാകില്ല. പിന്നാലെ അരിയിൽ ഷുക്കൂർ വധക്കേസും അതിനും പിന്നാലെ TP വധക്കേസും വരാനിരിക്കുന്നു. എന്തായാലും BJP, RSS, കോൺഗ്രസ്, CBI ഒത്തുകളിയുടെ ഭാഗമായാണ് UAPA മുതൽ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങളെന്ന പതിവ് വെടികളാണ് സഖാക്കൾ പൊട്ടിക്കുന്നത്. ചുരുക്കത്തിൽ ബജറ്റിനെതിരെ ആഞ്ഞടിക്കേണ്ട സമയത്ത് P. ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് യാത്രയായി. കതിരൂർ കേസ് ഉണ്ടായപ്പോൾ തന്നെ അതിൽ ഭീകരപ്രവർത്തകന്മാരെ നേരിടുന്ന UAPA നിയമം ഉൾപ്പെടുത്താൻ വേണ്ടി RSS നേതൃത്വം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും കണ്ട് ആവശ്യപ്പെടുകയുണ്ടായി. രാഷ്ട്രീയ സംഘർഷ കേസുകളിൽ UAPA ആദ്യമായിട്ട് കതിരൂർ കേസിലാണ് ഉൾപ്പെടുത്തിയത്. അത് കൃത്യമായി RSSന്റെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിരുന്നു. ശത്രുവർഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ അവരെല്ലാം തന്നെ കൃത്യമായി ആവശ്യമായിട്ടുള്ള പിന്തുണയും സഹായ സഹകരണങ്ങളും CPMനും എനിക്കും നൽകിയിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ ഈ ഘട്ടത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ ഈ കോടതിയിൽ ഹാജരായി ആ കോടതിയുടെ മുമ്പാകെ ഞാൻ കാര്യങ്ങൾ സമർപ്പിക്കുന്നതാണ്. നന്ദിയും പറഞ്ഞു പോകുമ്പോൾ ഇനിയും കുരുക്കുകൾ CBIയും BJPയും എല്ലാം ചേർന്ന് പുതുതായി ഏർപ്പാടാക്കുന്നുണ്ട്. ആ കേസുകൾ ജയരാജനെയും കണ്ണൂരിലെ CPIM നേതാക്കളെയും ലക്ഷ്യം വെച്ചുമാകും. ഉമ്മൻചാണ്ടിക്ക് ഇതൊക്കെ കണ്ട് ചിരിച്ചിട്ടിരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ എന്ന അവസ്ഥയാണ്. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് കേന്ദ്ര ബജറ്റ്.